കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. പ്രിയ മക്കളെ, നിങ്ങളോടൊപ്പം വസിക്കുന്ന ഇമ്മാനുവേലാണ് ഞാൻ. നിങ്ങളുടെ ഓരോ ചിന്തകളെയും ഞാനെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെപ്പറ്റിയുള്ള എൻ്റെ മക്കളുടെ ചിന്ത എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. നീ എന്നെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതെനിക്ക് വലിയ സന്തോഷമാണ്. നിന്നിൽ വസിക്കുന്ന എൻ്റെ ആത്മാവ് എൻ്റെ ചിന്തകളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നിനക്ക് വെളിപ്പെടുത്തി തരും. ആത്മവരങ്ങളെയും സ്വർഗീയ മർമ്മങ്ങളെയും കുറിച്ചുള്ള ജ്ഞാനം നിന്റെ ചിന്തകളിൽ പകർന്നു തരുന്നത് എൻ്റെ ആത്മാവാണ് കുഞ്ഞെ. ശരിതെറ്റുകളുടെ തിരിച്ചറിവ് നൽകുന്ന ജ്ഞാനം നിന്റെ ആത്മാവിൽ പകർന്ന് ദിശാബോധം നൽകുന്നത് എൻ്റെ ആത്മാവാണ്. സ്വയത്തിൽ അഹങ്കരിക്കുന്നവർ എൻ്റെ ഈ സഹായം ആവശ്യപ്പെടാറില്ല. അവർ സ്വന്തം ഇഷ്ടത്താൽ അവരുടെ വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് നല്ലതെന്ന് തോന്നുന്ന വഴികൾ പലതും പലപ്പോഴും നാശത്തിൻ്റെ വഴികളാണ്. കുഞ്ഞെ, നിന്റെ ശ്രദ്ധയും പ്രധാന താല്പര്യവുമൊക്കെ എന്നിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ആത്മശരീര മനസ്സുകൾ എന്നിൽ സമർപ്പിച്ച് ഹൃദയമുറപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ നിനക്ക് കഴിയുന്നത്. എന്നിൽ മനസ്സുറപ്പിച്ച് ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്ന വിധത്തിലാണ് ആദിയിൽ ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇന്ന് എൻ്റെ മക്കളുടെ ശ്രദ്ധയും താല്പര്യവുമൊക്കെ എന്നേക്കാൾ മറ്റ് പലതിനുമാണ്. ബിസിനസ്, സ്പോർട്സ്, സ്ഥാനമാനങ്ങൾ, സെലിബ്രിറ്റീസ്, സെൻസേഷൻസ്, അങ്ങനെ സന്തോഷത്തിൻ്റെ ഉറവിടങ്ങൾ തേടി എൻ്റെ മക്കൾ പലയിടത്തും അലയുകയാണ്. കാറ്റിനെ പിടിക്കാനുള്ള ഓട്ടത്തിൽ ആരും സന്തോഷം കണ്ടെത്തുന്നില്ല. ശരിയല്ലേ? വിലപ്പെട്ട ആത്മാവിനെ പണയം വെച്ച് നൈമിഷിക സന്തോഷം അനുഭവിക്കുന്ന മക്കൾക്ക് ഒടുവിൽ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമാണ് പറയാനുള്ളത്. അതും ശരിയല്ലേ? മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപണി ഒരുക്കുന്ന പരസ്യ കമ്പോളത്തിൻ്റെ ആകർഷണത്തിലും അഡിക്ഷനിലുമാണ് മനുഷ്യഹൃദയം. സംതൃപ്തി നൽകാത്ത സന്തോഷങ്ങൾ തേടി ലോക മാർക്കറ്റിൽ അലയുന്ന മക്കൾക്ക് എൻ്റെ സ്വസ്ഥതയിലിരുന്ന് ആശ്വസിക്കാൻ സമയം കിട്ടാറില്ല. മക്കൾ വളരെ തിരക്കിലാണ്, ലോകത്തിൻ്റെ തിരക്കിൽ. പ്രിയ മക്കളെ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് സമ്പൂർണ്ണ സംതൃപ്തി നൽകാൻ എനിക്ക് മാത്രമേ കഴിയൂ. ഈ തിരിച്ചറിവ് നേടുന്ന മക്കൾ ആശ്രയം എന്നിലാക്കും. അപ്പോൾ ഞാൻ അവരുടെ മനസ്സിൽ ആശ്വാസം നൽകും. കുഞ്ഞെ,
നിന്റെ മനസ്സിൽ എനിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമൊക്കെ വർദ്ധിക്കുമ്പോൾ ജീവന്റെ അപ്പവും ജീവജലവും കൊണ്ട് ഞാൻ നിന്നെ സംതൃപ്തനാക്കും. 37-ാം സങ്കീർത്തനം. കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും. ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യാശയിലും സമാധാനത്തിലും ഉറപ്പിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.